എടാ നീയൊക്കെ രാത്രി എന്താ ചെയ്യുന്നത്? കുറച്ച് എല്ലാം നീ കുടിച്ച് തീർത്തില്ലേ? അയ്യോ ചേട്ടാ, അച്ഛൻ. ഹായ് അച്ഛാ, ഞങ്ങള് വെറുതെ വന്നതാ. ഇതുകൂടെ 10ാമത്തെ ജ്യൂസാണ് മേടിച്ച് തീർക്കുന്ന 2 അച്ഛ വിശന്നപ്പം എടുത്തു കുടിച്ചു. വിശക്കുമ്പോ ജ്യൂസാണ് എടുത്തു കുടിക്കേണ്ട. അച്ഛൻ ചേട്ടന്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. വെറുതെ അല്ലേ ഇതിന് ഇത്രയും നാറ്റം? രണ്ടുപേരും പോയി കിടന്നുറങ്ങ്. എന്താ? ഞാൻ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. ഇവിടെ തന്നെ ഇരിക്കേ. വെള്ളം കിട്ടി. ഇപ്പൊ ആശ്വാസമായത്. ഇതാരുടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? ചേട്ടോ, നീ ആയിരുന്നാ? നീ പോയല്ലേ? അച്ഛൻ്റെ അടുത്ത് പോയിപ്പോന്ന് പറയല്ലേ? ഇനി അവള് കയറി വരുമെന്തോ. ഇനി അവൾ അച്ഛൻ്റെ അടുത്ത് പോയി പറയുമെന്തോ. ഇങ്ങനെ പേടിക്കുമെന്ന് വിചാരിച്ചാ നീ 3 പ്രാവശ്യം വന്നാലും ഞാൻ പേടിക്കൂല. നീ 10 പ്രാവശ്യം വന്നാലും ഞാൻ പേടിക്കൂല. വെറുതെ എന്തിനാ ഈ വേഷം കെട്ടുന്നേ? നിങ്ങൾ കണ്ടില്ലേ? നീ രണ്ടും വേറെ എന്ത് പ്രശ്നം? അവൻ നിന്നെ വല്ല അടിച്ചാ? ഇല്ല അച്ഛ, അവിടെ പ്രേതം. അവിടെ ഒരു തേങ്ങയില്ലല്ലേ? അച്ഛ ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ പ്രേതമൊന്നും ഇല്ലല്ലേ? നിന്റെ പ്രേതം എവിടെ പോയി? ആ ചേട്ടൻ വല്ല വേഷവും കെട്ടി വന്നതായിരിക്കും. നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. എന്തിനു പറയാൻ വരുന്നേ? ബാക്കിൽ എന്റെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സാധനം എടുത്ത് കഴിക്കരുത്. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാണ്. പ്രേതത്തിന്റെ അടുത്താണ് ഇങ്ങനെ പറയുന്നത് ആർക്കും തോന്നരുത്. ഒരു പ്രേതം കിടക്കുന്നു. ഇതാ ഈ കണ്ണോട്ടടിച്ചോ? അത് അച്ഛനെ ഞാൻ വരുന്നോളാം. എനിക്ക് പേടിയിട്ടൊന്നുമില്ല. എന്താ അടിച്ചത്? ഞാൻ പ്രേതമൊന്നും അല്ല. മക്കളെ വാ, നമുക്ക് ഈ റൂമിൽ നിന്ന് പോവാം. അല്ലെങ്കിൽ അടുത്ത് ഇവിടെയും പ്രേതം വരും അല്ലേ? വാ, ആ കമ്പ് എടുത്തോണ്ട് വാ. വാടാ വാ. മര്യാദയ്ക്ക് ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരും. പാർട്ട് 2 വെയിറ്റ് ചെയ്യും.